بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മക്കളോടുള്ള കടമകളും ബാധ്യതകളും എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ ഏറെ സ്നേഹിക്കുന്നവരാണ്, ഏറെ ഇഷ്ടപ്പെടുന്നവരും അവരുടെ സന്തോഷത്തിനെ ഏറെ ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധയുള്ളവരാണ് നമ്മളെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന, ഏറെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു മേഖലയാണ് അവരുടെ മരണശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് വിജയമുണ്ടാക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത്. സൂറത്ത് തൂറിലെ ചില വാചകങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില രംഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പരലോകത്ത് മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് സ്വർഗത്തിലെത്തുന്ന മക്കളും മാതാപിതാക്കളും ഒരുമിച്ചാണ് അവർ സ്വർഗത്തിലുള്ളത്. മാതാപിതാക്കൾ മക്കൾക്ക് ദീനിന്റെ അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ അവരുടെ ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടു നടന്നവർ നാളെ പരലോകത്തെത്തുമ്പോൾ അവർ ഒരുമിച്ച് ചേരുമെന്നാണ്. സ്വർഗത്തിന് വിവിധ തട്ടുകളുണ്ട്, വിവിധ സ്ഥാനങ്ങളുണ്ട്. ഉയർന്നവർക്ക് ഉയർന്ന പദവിയിലുള്ള സ്വർഗമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ മാതാപിതാക്കൾ ഉയർന്ന സ്വർഗത്തിലാണ് അവരുള്ളതെങ്കിൽ, മക്കൾ താഴെയുള്ള ഭാഗത്തിൽ സ്വർഗത്തിലാണുള്ളതെങ്കിൽ അവരെ അങ്ങോട്ട് വിളിക്കുവാൻ മാതാപിതാക്കൾക്ക് അനുമതി ഉണ്ടാകും. മാതാപിതാക്കളുടെ കർമ്മത്തിലോ അവരുടെ പ്രതിഫലത്തിലോ ഒരു കുറവും വരുത്താതെ അല്ലാഹു നിർവഹിക്കും. അതേപോലെ തന്നെ നേരെ തിരിച്ചും മാതാപിതാക്കൾ കാണിച്ചു കൊടുത്തിരിക്കുന്ന അവർ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന അധ്യാപനങ്ങളിൽ നിന്നും മനസ്സിലാക്കി
ജീവിതത്തെ ക്രമീകരിച്ച് മക്കൾ സ്വർഗത്തിന്റെ ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ, ഈമാനുള്ള മാതാപിതാക്കൾ സ്വർഗത്തിന്റെ അവകാശികളായി താഴെ തട്ടിലുണ്ട് എങ്കിൽ, അവരെ ഉന്നതമായ സ്വർഗത്തിലേക്ക് അവരുടെ അടുക്കലേക്ക് കൊണ്ടുവരാനുള്ള പെർമിഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് ചേരുമെന്നാണ് മാതാപിതാക്കളും മക്കളും ഒക്കെ സ്വർഗത്തിൽ. അതിനുശേഷം അവിടെ നിന്നും അവർ ചില സംഭാഷണങ്ങളും ആ ആയത്തുകൾ തുടർച്ചയായിക്കൊണ്ട് അല്ലാഹു നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നതെന്ന് അവർ പറയുമ്പോൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ സ്വർഗത്തിനെ കുറിച്ച് ബോധമുള്ളവരായിരുന്നു. അതേപോലെ നരകാഗ്നിയെ കുറിച്ച് ഭയമുള്ളവരും, നാളെ പരലോകത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് മാതാവും പിതാവും മക്കളും ഒരുമിച്ചിരുന്ന് അവർ ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരുമിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ആ ജീവിതത്തിനെ ക്രമീകരിക്കുവാൻ അവർ ഒരുമിച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അവരുടെ വീടുകളിലെ തീന്മേശകളിൽ ഉപ്പയും മകനും ഒരുമിച്ചിരിക്കുമ്പോഴുള്ള വർത്തമാനങ്ങളിൽ പലപ്പോഴും കടന്നു വന്നിരിക്കുന്നത്, പലപ്പോഴുമല്ല അവരുടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും കടന്നു വന്നിരിക്കുന്നത്, നാളെയുള്ള നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മയുടെ കൂടെ, ഉപ്പയുടെ കൂടെ, സഹോദരങ്ങളുടെ കൂടെ നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയെ കുറിച്ചായിരുന്നു അവർ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരലോകത്ത് ഒരുമിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കൂ, എനിക്ക് എൻ്റെ മകന്റെ കൂടെ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകുവാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു ജീവിതമാണോ എന്റേതും മക്കളേതുമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, അല്ലേ? ദുനിയാവിന്റെ കാര്യത്തിൽ രാത്രിയിൽ ഇശാ നമസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ ഒരു ഉപ്പാക്ക് യാതൊരു ബേജാറുമില്ല, ഉമ്മാക്ക് യാതൊരു ബേജാറുമില്ല. നേരെ മറിച്ച് ആ മക്കളെങ്ങാനും ഭക്ഷണം കഴിക്കാതെയാണ് കിടന്നുറങ്ങിയതെങ്കിൽ വാപ്പാനോട് നിർബന്ധപൂർവ്വം പറയും, നിങ്ങളൊന്ന് പോയിട്ട് പറയോനോട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ, കാരണം രാത്രിയിൽ അവന് വിശക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ മകൻ നമസ്കാരം നിർബന്ധമായും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നിർവഹിക്കേണ്ടുന്ന കർമ്മമാണ് നിസ്കാരം. യാതൊരു അളവും ആ വിഷയത്തിലില്ല. മുസ്ലിമും മുശ്രിക്കും തമ്മിലുള്ള വ്യത്യാസമായി കൃത്യമായി പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെയും നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്ന കർമ്മമാണ് നിസ്കാരം. പക്ഷേ ആ നമസ്കാരത്തിന്റെ ഉപേക്ഷ നമ്മുടെ മക്കൾ വരുത്തുന്നുണ്ട് എങ്കിൽ, നമ്മുടെ മരുമക്കൾ വരുത്തുന്നുണ്ട് എങ്കിൽ, നമ്മുടെ സഹോദരങ്ങൾ വരുത്തുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഇണകളെ വരുത്തുന്നുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുവാനോ ഭയപ്പെടാനോ നമുക്ക് സമയമില്ല. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ഏത് വിഷയത്തിലാണ് നമ്മൾ ബേജാറായിട്ടുള്ളത്? 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ നൽകണമെന്നുള്ള വിഷയത്തിന്റെ കാര്യത്തിൽ നമ്മൾ പേടിച്ചിട്ടുണ്ട്, നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സാധ്യമല്ലാതിരുന്നിട്ടും കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി മുഴുവനും A+ വാങ്ങുവാൻ യോഗ്യതയുള്ള ഒരു അവസ്ഥയിലേക്ക് തന്റെ മകനെ എത്തിക്കുവാൻ നമ്മൾ പാടുപെട്ടിട്ടുണ്ട്. പക്ഷേ നാളെ ഖബറിലേക്ക് നമ്മുടെ മക്കളെ ഇറക്കി വെക്കുമ്പോ, നമ്മുടെ മക്കളെ ഇറക്കി വെക്കുന്ന സന്ദർഭത്തിൽ അതിനുശേഷമുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് വിജയിക്കാൻ ഉതകുന്ന വിഷയങ്ങളെ കുറിച്ച് യാതൊരു ബേജാറുമുള്ളവരല്ല നമ്മൾ ഓരോരുത്തരും. ആ വിഷയത്തിൽ നിസ്സാരവൽക്കരിക്കപ്പെടുന്നു. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം പിതാവും മകളും ഭാര്യയും എല്ലാം അവർ ഒറ്റയാണ് നമ്മുടെ വർത്തമാനത്തിൽ, അല്ലെ? ഓക്ക് വേണമെങ്കിൽ ഓൾ ചെയ്തോട്ടെ, ഓക്ക് വേണമെങ്കിൽ ഓൾ വന്നോട്ടെ, മോന്റെ കാര്യം മോൻ നോക്കിക്കോട്ടെ. എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവന്റെ ബിസിനസ് പൊട്ടിയപ്പോ, അവന്റെ ബിസിനസ് നഷ്ടമുണ്ടായപ്പോ അവന്റെ കാര്യവുമായിട്ട് അവൻ പോയിക്കൊള്ളട്ടെ, ഞാൻ നിങ്ങൾ നോക്കണം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, നമ്മൾ ആരും പറയാറില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. പക്ഷേ പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മുടെ മക്കളോട് നമുക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നിട്ട് നമ്മൾ പറയുന്നത് നമുക്ക് മക്കളോട് ഭയങ്കര സ്നേഹമാണെന്നാണ്. നമുക്ക് മക്കളോട് ഭയങ്കര സ്നേഹമാണെന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ആലോചിച്ചു നോക്കൂ,
നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്ത, ഹറാമുകൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ സംസ്കാരവും അതിനോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത പ്രവാചകന്റെ വചനങ്ങളോടും അള്ളാഹുവിന്റെ ഖുർആനിന്റെ വചനങ്ങളോടും തീർത്തും എതിർത്തുകൊണ്ട് സംസാരിക്കുകയും എതിർത്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മക്കളോട് എപ്പോഴെങ്കിലും സ്നേഹത്തോടുകൂടി രണ്ടിട്ട് കണ്ണുനീർ ഒറ്റിച്ചുകൊണ്ട് തന്റെ മക്കളോട് സംസാരിക്കാൻ, മോനെ ഉപ്പാന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാൻ അള്ളാഹുവിന്റെ കലാമിലേക്ക് മടങ്ങി വരണം കേട്ടോ. പ്രവാചകന്റെ വചനങ്ങളെ നമ്മൾ സ്വീകരിക്കണം കേട്ടോ. ദുനിയാവെന്ന് പറയുന്നത് ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും അവസാനിക്കാം. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് എന്റെ ഭാര്യയുടെ മൂത്താപ്പയുടെ മകൻ മരണപ്പെട്ടു പോയത്. അള്ളാഹുവിന്റെ സമിതത്തിലേക്ക് തിരിച്ചുപോയി. രാവിലെ ജോലി ആവശ്യാർത്ഥം പോകുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്, വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ നിൽക്കുമ്പോൾ മോർച്ചറിയിലേക്ക് എടുത്തു വച്ചതിന് ശേഷം അവിടെ പിരിഞ്ഞു പോകാൻ വേണ്ടി പറയുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ അവന്റെ മയ്യത്ത് നമസ്കാരം എപ്പോഴാണ് ആക്കേണ്ടതെന്നാണ്. അവന്റെ പേര് പോലും മണിക്കൂറുകളെ കൊണ്ട് മാറ്റിവെച്ച് മയ്യത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നിടത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിമിഷങ്ങളെ കൊണ്ടാണ്. 2 മണി വരെ 3 മണി വരെ അവൻ ജോലി എടുത്തിട്ടുണ്ട് എങ്കിൽ 3:02 ആവുമ്പോ ഒരു അപകടത്തിൽപ്പെട്ട് ക്ഷണനേരം കൊണ്ട് ഈ ദുനിയാവിൽ നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖബറിന്റെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവന് ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, നമ്മുടെ കാഴ്ച എങ്ങനെയാണ്? കണ്ടീൽ അഹമ്മദ് സാഹിബ് മരണപ്പെട്ടു എന്ന വിവരമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ എനിക്ക് കിട്ടിയത്. മയ്യിത്ത് നിസ്കാരം കണ്ടംകുളങ്ങൾ സമയം പിന്നീട് അറിയിക്കും. ആലോചിച്ചോക്കള്, രാവിലെ ഇവിടെ വന്ന് അങ്ങാടിയിൽ വന്ന് ഇവിടെ നിന്നും ഉച്ചക്ക് അദ്ദേഹം കഴിക്കാനുള്ള ഭക്ഷണവും കോഴിയും പച്ചക്കറിയും എല്ലാം വാങ്ങി തിരിച്ചുപോയ മനുഷ്യനാണ്. പക്ഷേ നമ്മൾ ഇനി കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ട എനിക്ക് തന്നെ യുവാക്കളോടും എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോടും പ്രിയപ്പെട്ട ഉപ്പമാരോടും ചോദിക്കട്ടെ, ഈ ഒരു അവസ്ഥയിൽ നിന്നും തിരിച്ചു പോകുമെന്ന് എന്തുറപ്പാണ് നമ്മൾക്കുള്ളത്? പക്ഷെ നമുക്ക് ആർക്കും ഒരു ബേജാറില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ മാത്രമേ നമുക്ക് ബേജാറുള്ളൂ. നമ്മുടെ മക്കളുടെ വിഷയത്തിലാണെങ്കിലും എല്ലാത്തിനും അത് തന്നെയാണ് നമുക്ക് ബേജാറുള്ളത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധയുള്ളവരാകണം കേട്ടോ, ഏറെ ശ്രദ്ധയുള്ളവരാകണം. ദുനിയാവിൽ നിങ്ങൾക്ക് മക്കളെ കൊണ്ടൊന്നും ഉപകാരം ലഭിച്ചിട്ടില്ലെങ്കിലും നാളെ പരലോകത്ത് ഉപകാരം ലഭിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ മാറ്റണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാതൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ആ മനുഷ്യന് 3 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകുമെന്നുള്ളതാണ്. അതിലൊന്നാമതായി കൊണ്ട് പറയുന്നത് അദ്ദേഹം സദഖത്തുൻ ജാരിയയാണ് എങ്കിൽ, രണ്ടാമത് അത് ഉപകാരപ്രദമായ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അറിവുകൾ, ആ അറിവുകളാണെങ്കിൽ, മൂന്നാമത് പറയുന്നത് ഔവലദിൻ സാലിഹിൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാവുക. അത് വലിയ സമ്പാദ്യമാണ്. പല ആളുകൾക്കും അത് തിരിഞ്ഞിട്ടില്ലപ്പോഴും. വാപ്പയെ അനുസരിക്കുകയും ഉമ്മയെ അനുസരിക്കുകയും ചെയ്യുന്ന മക്കൾ ഉണ്ടായിട്ടും ജീവിതത്തിൽ നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ജീവിതത്തിൽ സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, എന്തിനാ അത് പറയുന്നത്? സമ്പത്തിൽ എന്തോ കുറവ് എന്നുള്ളത് കൊണ്ടാണ്. വിചാരിച്ച് സമ്പത്ത് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് എനിക്കൊരു അനുഗ്രഹവുമില്ല എന്ന് വിചാരിക്കുന്ന എത്ര ആളുകളുണ്ട്. നിങ്ങൾ വലിയ അപരാധമാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുതകുന്ന മാനസികാവസ്ഥയിൽ അള്ളാഹുവിനോടും ദീനിനോടും ഒക്കെ സ്നേഹമുള്ള മക്കൾ ഉണ്ടാവുമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഇസ്ലാമിനെ ഊരിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ ചെറിയ ചെറിയ പരിശ്രമങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദീന് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെ തയ്യാറാക്കുമ്പോൾ, മുമ്പോട്ട് വെക്കുമ്പോൾ അതിന് പോസിറ്റീവായി കൊണ്ട് പ്രതികരിക്കാത്ത രക്ഷിതാക്കളെ ബഹുഭൂരിപക്ഷവും. ഇവിടെ കൃത്യമായി പല പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തും നിങ്ങളുടെ മക്കളെ ക്ഷണിച്ചുകൊണ്ടുള്ള, നിങ്ങളുടെ മക്കളെ വിളിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? അവർ ഒരുമിച്ചിരുത്തി അവരെ പണിയെടുപ്പിച്ച് എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് കൊണ്ടുവരാനല്ല. നാളെയുടെ നമ്മുടെ തലമുറയെ, നമ്മുടെ നാടിനെ നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ പറ്റുന്ന പാകത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരണം, നമ്മുടെ യുവാക്കളെ കൊണ്ടുവരണം. അത് ഉത്തരവാദിത്വമാണ്, അത് ഏറ്റവും വലിയ ബാധ്യതയാണ്.
അതിന്റെ നിർവഹണത്തിന് വേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകളും അതിനെക്കുറിച്ചുള്ള നോട്ടീസുകളും നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനൊന്ന് ചെവിട് കൊടുക്കാൻ തയ്യാറില്ലാത്തവർ, അതിനൊന്ന് കണ്ണു കൊടുക്കാൻ തയ്യാറില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം. അവഗണിച്ചു കളയുന്നു. പ്രിയമുള്ളവരെ, ആ അവഗണനകളെ കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്, ആ അവഗണനകളെ കൊണ്ട് നഷ്ടമാകുന്നത് നമ്മുടെ പരലോകവും നമ്മുടെ മക്കളുടെ പരലോകമാണ്. നമ്മളെ പരലോകത്തിന് ഉന്നത സ്ഥാനത്തേക്ക് വിളിക്കുവാൻ പക്വതയുള്ള മക്കളായിട്ട് മാറണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സൂറത്ത് തൂറിന്റെ ആ ആയത്തുകളുടെ ചേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ ആശയം ഇപ്രകാരമാണ്. അവർ പറയുന്നു, ഞങ്ങൾ പരലോകത്തെ കുറിച്ച് ഓർമ്മിക്കുന്നവരായിരുന്നു, നരകത്തിനെ കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ബിദ്അത്തുകൾ ഞങ്ങൾ നിർവഹിച്ചിട്ടില്ല, ഇതെല്ലാം ഉള്ളവരായിരുന്നു ഞങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ വരുമോ എന്ന് ആശങ്കയുള്ളവരായിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് അവർക്ക് ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കുവാൻ സാധ്യമായത്. അതുകൊണ്ട് പ്രിയമുള്ളവരോട്, രക്ഷിതാക്കളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അവരെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ഈ ദുനിയാവിലേക്ക് അവർ പിറന്നു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. ഏകനായ സത്താവിനെ കുറിച്ചുള്ള ബോധ്യത്തോടു കൂടിയാണ്. അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും അവന്റെ മുഴുവൻ മടക്കത്തോടു കൂടി നിൽക്കുവാനും സാധ്യമാകുന്ന അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകുന്നത്. ആ മക്കളെ അവരുടെ ശരിയായ പാതയിൽ നിന്നും തെറ്റിക്കുന്നത് അവരെ അവർ യഹൂദികളും നസാറാക്കളും അഗ്നി ആരാധകരും ഒക്കെ ആക്കുന്നത്, അവരുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിനെ മാറ്റി എടുക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. നമ്മളതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഏറെ ശ്രദ്ധയുള്ളവർ ആയിരിക്കണമെന്ന് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾക്ക് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഖുതുബയിലാണെന്ന് എനിക്ക് ഓർമ്മ, നമ്മൾ ഒരു സംഗതിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു കുട്ടിയെക്കുറിച്ച് പരാതിയുമായി വാപ്പ വന്നപ്പോൾ ആ വാപ്പയോട് കുട്ടിയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, വാപ്പാക്ക് എന്നോട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതേ ഉത്തരവാദിത്വമുണ്ട്. നിനക്ക് നല്ലൊരു ഉമ്മയെ നൽകുക എന്നുള്ളത് നിന്റെ വാപ്പാന്റെ ഉത്തരവാദിത്വമാണ്. നിനക്ക് ദീന് നൽകുക എന്നുള്ളത്, നിനക്ക് നല്ലൊരു പേരിടുക എന്നുള്ളത് എല്ലാം നിന്റെ ഉപ്പയുടെ ഉത്തരവാദിത്വമാണ്. ആ മോൻ പറഞ്ഞു, ഇത് മൂന്നും എൻ്റെ ഉപ്പ എന്നോട് ചെയ്തിട്ടില്ല. ഒരു നസ്രാണിയായ ഒരു പെണ്ണിനെയാണ് എൻ്റെ വാപ്പ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഒരു മജൂസിയായ ഒരു പെണ്ണിനെയാണ് എൻ്റെ പിതാവ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതേപോലെ അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ദീനിനെ കുറിച്ച് അവർക്ക് ബോധമില്ല. അതേപോലെ മോശമായ കറുപ്പ് എന്നുള്ള രൂപത്തിൽ അർത്ഥത്തിലുള്ള ഒരു പേരാണ് എനിക്ക് എൻ്റെ ഉപ്പ ഇട്ടിട്ടുള്ളത്. ആ വാപ്പ മകനോട് ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു വാപ്പനോട് പറഞ്ഞു, മോനെ കൂട്ടി പോയിക്കോളി, പരാതി സ്വീകരിക്കൂല. കാരണം മക്കൾക്ക് കൊടുക്കേണ്ടുന്ന അടിസ്ഥാനപരമായ അറിവുകൾ കൊടുക്കണം. അത് ബാധ്യതപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും അതിൽ ഭയം വേണം. പ്രിയപ്പെട്ട ഉപ്പമാരോട് ഗൗരവത്തോടു കൂടി പറയുന്നു, നിങ്ങളുടെ വീടുകളിൽ കിടന്നുറങ്ങുന്ന മക്കളുണ്ടല്ലോ, അവർ സുബ്ഹിക്ക് പള്ളിയിലേക്ക് വരാതിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നെഞ്ച് പൊട്ടണം. കാരണം എന്താ? നാളെ നരകത്തിലേക്കാണ് എൻ്റെ മകനെ വലിച്ചെറിയുക എന്നുള്ള ചിന്തയുണ്ടാകണം. പറ്റുന്നില്ലല്ലോ നമുക്കത്. നേരെ മറിച്ച് നല്ല പെരും ചൂടുള്ള സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് പുറത്തേക്ക് നടന്നു പോകേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ ഇപ്പോൾ പോണ്ട മോനെ എന്ന് പറയാൻ, അതിന് വാശി പിടിക്കുവാൻ, അല്ലേ? തണലുണ്ടെങ്കിൽ പോയാൽ മതി, വാഹനമുണ്ടെങ്കിൽ പോയാൽ മതി. എന്തേ കാരണം? ആ വെയിൽ കൊണ്ട് അവന്റെ ശരീരത്തിൽ ഒരു പക്ഷേ അവന് ചൂടേറ്റ് കൊണ്ടെന്തെങ്കിലും പ്രയാസപ്പെടാം. ആ പ്രയാസത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ നമസ്കരിക്കാതിരിക്കുമ്പോ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് പകരമായിക്കൊണ്ട് മഖബറകൾക്ക് മുമ്പിലും അതേപോലെ മരണപ്പെട്ടു പോയവർക്ക് മുമ്പിലും ബിംബങ്ങൾക്ക് മുമ്പിലും ആരാധനകൾ നിർവഹിക്കുവാനും പച്ച ബിദ്അത്തുകൾ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും വാപ്പാക്കൊന്നും ഒരു കുലുക്കമില്ല, ഒരു പ്രശ്നമില്ല. ചോറുന്നാതിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളത്, അല്ലെ? മകൻ ചോറ് വഹിക്കാതിരിക്കുന്നതാണ് നമുക്ക് പ്രശ്നമുള്ളത്. അല്ലാതെ പരലോകത്തെ കുറിച്ച്, നാളെ നരകാഗ്നിയിലേക്ക് എൻ്റെ മകളെ ഗൗരവത്തോടു കൂടി ആലോചിച്ചോളി. നാളെ എൻ്റെ മകൾ നരകാഗ്നിയിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ള കൃത്യമായ ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം.
പെൺകുട്ടികളുടെ വിഷയത്തിലാണ് നമ്മൾ വളരെ ബഹുഭൂരിപക്ഷം ആളുകളും പരാജയപ്പെട്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളുടെയും പരാജയം പെൺകുട്ടികളുടെ വിഷയത്തിലാണ്, അല്ലെ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന പെൺകുട്ടികൾ പലരും വേശ്യകൾക്ക് സമാനമായ വേഷം ധരിക്കുന്നത്. വാക്ക് ഗൗരവമുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങാടിയിൽ ഓവുചാലിന്റെ മുകളിൽ ഇരിക്കുന്ന പുരുഷന്റെ കണ്ണുകളെ കൊണ്ട് വേശ്യാപ്പണി ചെയ്യിക്കുന്ന രൂപത്തിലുള്ള വ്യഭിചാരം ചെയ്യിക്കുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ ധരിപ്പിച്ചുകൊണ്ടാണ് ഒരു വീട്ടിൽ നിന്നും ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുന്നെങ്കിൽ അറിയുക, അതിന്റെ ഗൗരവകരമായ ഉത്തരവാദിത്വം പുരുഷന്മാർക്ക് തന്നെയാണുള്ളത്. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ, നിങ്ങളുടെ പണമില്ലാതെ, നിങ്ങളുടെ അനുമതിയില്ലാതെ ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ എത്തുകയില്ല. അത് ചിലപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും. അവർ വളർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കുട്ടിയല്ലേ എന്നുള്ള പരിഗണനയിൽ അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. പല വേഷങ്ങളും സിനിമാ നടികളുടെയും ആ കാലഘട്ടത്തിൽ പല സിനിമകളുടെയും സീരിയലുകളും ഒക്കെ നടികൾ ധരിച്ചിരിക്കുന്ന വേഷം, അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഫാഷനുകൾ വരുമ്പോ എന്റെ മകൾ ഏറ്റവും നല്ല ഫാഷനിലാവണം എന്ന് ചിന്തിക്കുന്നു. അവർ ആരുടെയും മുമ്പിൽ എന്താവരുത്, അപമാനിക്കപ്പെടാൻ പാടില്ല, അവർ അന്തസ്സോടുകൂടി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തനിച്ച മോശം വേഷവിധാനങ്ങൾ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നു. പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങൾ മക്കളോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ നരകാഗ്നിയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോകാനുള്ള പണിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അതിന്റെ ഭാഗമാണ് ഒരു നല്ല ഉമ്മയെ കൊടുക്കുക എന്ന് പറയുന്നത്. സംസ്കാരമുള്ള അന്തസ്സുള്ള ഒരു ഉമ്മയെ നൽകുക എന്നുള്ളത്, ആ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരിക എന്നുള്ളത്, അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം പുരുഷനാണ് ഉള്ളത്. തെരഞ്ഞെടുക്കുമ്പോ ഇന്നെന്താ തെരഞ്ഞെടുക്കുന്നത്? ഇന്ന് ഇണയെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ ഒരു പുരുഷനെ തെരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാ ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുന്നത്? ഭൗതികമായ സമ്പത്തും സൗന്ദര്യവുമല്ലാതെ ദീനും അച്ചടക്കവുമുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന പരലോകത്തെ കുറിച്ച് ആലോചിക്കുന്ന സന്താനങ്ങളെയാണോ? അല്ലല്ലോ. 24 മണിക്കൂറും ഇൻസ്റ്റഗ്രാമിൽ കഴിച്ചുകൂട്ടുകയും അവിടെ ഏറ്റവും നല്ല റീലുകൾ ഇട്ട് ആളുകളുടെ കണ്ണുകളെ വശീകരിക്കുകയും ചെയ്യുന്നവരെ ഈ റീലുകൾ കണ്ടും ഈ ഫോട്ടോകൾ കണ്ടും അവർ എന്റെ ഇണയാകണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവളെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെ? പരിചയമില്ലാത്ത വിവാഹം കഴിക്കാത്ത ഇണയല്ലാത്ത പുരുഷനോട് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവനോട് സംസാരിക്കുകയും അവന്റെ മുമ്പിൽ അവന് പല വേഷം കെട്ടുകയും ചെയ്യുന്ന അന്യരായ ആള്. നിങ്ങൾ വിചാരിച്ചു നോക്കൂ, റീൽസുകളിലൊക്കെ നമ്മുടെ ചെറിയ മക്കൾ വരെ, നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ 1ഉം 2ഉം ഇൻസ്റ്റഗ്രാം ഐഡികളുണ്ട്. ഗൗരവത്തോടുകൂടി പിതാക്കന്മാർ ആലോചിച്ചോളി. ആ ഇൻസ്റ്റഗ്രാമിലൂടെ വരുമ്പോൾ അവർ വേറെ ആളുകളാണ് ആവുന്നത്. നിങ്ങൾ കണ്ട പൊന്നുമോളൊന്നുമല്ല. അവൾക്കറിയാം ഒരു ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും ഒരാൾ ലൈക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് കാണിക്കേണ്ടതെന്ന് അവർക്ക് ബോധ്യമുണ്ട്, ഏത് വസ്ത്രം ധരിക്കണമെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന രൂപത്തിൽ അവർ കാണിക്കേണ്ട ഭാഗങ്ങളെ കാണിച്ചുകൊണ്ടാണ് അവര് ഇൻസ്റ്റഗ്രാമുകളിൽ അവരുള്ളത്. 2ഉം 3ഉം 4ഉം ഐഡികളുള്ള ചെറിയ മക്കളുണ്ട്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നവർ. ഒന്ന് പുറത്ത് ഫോൺ എടുത്ത് നോക്കാണ്ടി, ഉമ്മാന്റെ ഫോണിൽ ഉണ്ടാകും ഇൻസ്റ്റഗ്രാമുകൾ. അതിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കണം നിങ്ങൾ ഓരോരുത്തരും. പക്ഷേ അവരെ തിരുത്തുവാൻ യോഗ്യതയുള്ള ഒരു ഉമ്മയെ നിങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. ഞാനും നിങ്ങളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്, അവരെ തിരുത്തുവാൻ യോഗ്യതയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല. നിങ്ങൾ വിവാഹം ചെയ്തപ്പോൾ നോക്കിയത് തറവാട് മാത്രമാണ്, ദീന് പരിഗണിച്ചിട്ടില്ല. ഞാൻ ശരിയാക്കിക്കോളാം, ഞാൻ ഉഷാറാണ്, അല്ലെ? ഞാൻ ഉഷാറാണ്, ഞാൻ നല്ല മുവഹിദാണ്, ഞാൻ നല്ല മുജാഹിദാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ പല ആളുകളും ഇന്ന് അവരുടെ മക്കളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളും വിജാത്തുകളുമാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതേപോലെ അവർക്ക് നല്ല പേര് കൊടുക്കുക എന്നുള്ളത്, അവർക്ക് നല്ല ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. നിങ്ങൾ വിചാരിക്കണ്ട മദ്രസയിലേക്ക് ഒരു 1.5 മണിക്കൂർ പറഞ്ഞയക്കുന്നതോടുകൂടി ഓനെ ഇസ്ലാം മതം പഠിപ്പിക്കുന്ന വിഷയത്തിലെല്ലാം പൂർത്തിയായി എന്ന് വിചാരിക്കുന്നവർ നമ്മൾ ഓരോരുത്തരും. അത് തെറ്റാണ്, അത് ശരിയായ സമീപനമല്ല. അവർ പഠിച്ചുകൊണ്ടേയിരിക്കണം. മദ്രസയിലെ 5ാം ക്ലാസ് വിദ്യാഭ്യാസത്തോടു കൂടി അവസാനിപ്പിക്കേണ്ടതല്ല മദ്രസ പഠനം എന്ന് പറയുന്നത്, ദീനി പഠനം എന്ന് പറയുന്നത്.
അത് ആവർത്തിച്ചു കൊണ്ടിരുന്നിട്ടില്ല എങ്കിൽ, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഉള്ള ഖുതുബകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോളൂ, വർഷങ്ങൾ മതപഠനവുമായി ബന്ധമില്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എന്തായി മാറും? കരിങ്കല്ല് പോലെയായി മാറും. ഇസ്ലാം എന്ന് പറയുന്നതിനോടൊരു സ്നേഹമുള്ള, അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു മഹബത്തുള്ള, അള്ളാഹുവിനോട് പ്രേമമുള്ളവരായി നമ്മൾക്ക് മാറാൻ സാധിക്കില്ല. ഇതിന് കാരണം നമ്മുടെ ഹൃദയത്തിൽ അത് കയറുന്നില്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നില്ല. ഭൗതികമായ സമ്പാദനങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുന്നു, നമ്മുടെ മക്കൾ പോകുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു കുടുംബമായി ഒരുമിച്ച് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് അഭിരമിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കളോട് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നുള്ളത്. പല സന്ദർഭങ്ങളിലും ഇത് സൂചിപ്പിച്ചതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പിഴവുകളുണ്ട് എങ്കിലും, തെറ്റായ ജീവിത രീതിയാണ് അവർ സ്വീകരിക്കുന്നതെങ്കിലും, അവർക്ക് വേണ്ടി, അവരുടെ ഹിദായത്തിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കാരണം മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് അല്ലാഹു തട്ടിക്കളയുകയില്ല. അതുകൊണ്ട് പരമാവധി ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സ്വാലിഹീങ്ങളുടെ സ്വഭാവമായി കൊണ്ട് പറയും, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ. മക്കളിൽ നിന്നുമുള്ള കൺകുളിർമയെ അല്ലാഹുവിനോട് ചോദിക്കണം. ഇണകളിൽ നിന്നുമുള്ള കൺകുളിർമയെ അല്ലാഹുവിനോട് ചോദിക്കണം. ഈ കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൺകുളിർമ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ മാസവും 10,000 10,000 ഒന്നും ചെലവിന് അയച്ചു തരിക എന്നുള്ളതല്ല. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മുടെ മക്കൾ തഖ്വയുള്ളവർക്ക് ഇമാമാകണം. ആലോചിക്കുക, സ്കരിക്കുകയും നോമ്പുകയൊക്കെ ചെയ്യുന്ന നല്ല നല്ല ആബിദായിട്ടുള്ള ആളുകൾക്ക് ഇമാമായിട്ട് തന്നെ മോൻ മാറണം. അതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. അതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ ആയത്തിന് വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ പല ആളുകളും അത് പറയുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. അവരെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലദീന യസ്അലൂന അല്ലാഹ അൻ യഖ്റുജ മിൻ അസ്ലാബിഹിം വദുരിയാതിഹിം മയതിഹു വയഅബദു വഹ്ദഹു ലാ ശരീക ലഹു. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നുള്ളതും ശിർക്ക് ചെയ്യാത്ത മക്കളാവുക എന്നുള്ളതും ഇബാദത്തുകളിൽ അവർ സജീവമായി നിലനിൽക്കുക എന്നുള്ളതുമാണ് കൺകുളിർമ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയുള്ള മക്കളെ, ഇണകളെ നൽകി അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നാദം, അവർക്കെല്ലാം നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരെല്ലാം നല്ല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ, ഗസയിൽ, അതേപോലെ യമനിലുമൊക്കെ പല പ്രയാസങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങേയറ്റത്തെ വിഷമത്തിനാണല്ലോ നാദം, അവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മക്കളെ നമ്മൾ ദിനം പ്രതി വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വാർത്തകൾ ഓരോന്നും വിശദീകരിക്കുന്നില്ല. ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. പലപ്പോഴും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ മറന്നു പോകുന്നു. അല്ലേ? നമ്മൾ ഏതെങ്കിലും ഫർദ് നിസ്കാരത്തിന് സമയത്ത് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി ഇല്ല. ആരെങ്കിലും തഹജ്ജുദിന് മുമ്പ് എണീറ്റ് നിസ്കരിച്ചിരുന്നോ? ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇല്ല കേട്ടോ. നമ്മളാണ് പറയുന്നത് ഗസ അവിടുത്തെ മക്കള് എന്താണ് സ്വതന്ത്രരാവണം. നമ്മളിങ്ങനെ അമേരിക്കയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇസ്രായേലിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ എടുക്കേണ്ട അവർക്ക് ഒരു മണി ഉറക്കുപോലും മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറില്ല. പല സഹോദരങ്ങളും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടും അവരുടെ ജീവൻ തന്നെ സമർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ 4 നേരം വെട്ടുവിഴുങ്ങി കിടന്നുറങ്ങുന്ന നമ്മൾ 1 മണിക്കൂർ ഒന്ന് ഉറക്ക് പോലും അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഉള്ള മനസ്സിലാത്തവരാണെങ്കിൽ സംശയമൊന്നും വേണ്ട. നാളെ പരലോകത്ത് നമുക്ക് നേരെ അവർ വിരൽ ചൂണ്ടി അവർ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളായിരുന്നു എന്ന് പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ലാത്തവരായിരിക്കും ഞാൻ നിങ്ങളും. നമ്മളിങ്ങനെ പറയുന്നുണ്ട് അല്ലേ? ഓരോ പാർട്ടിക്കാരും പിന്നെ ഗസക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായി അവർ വലിയ സംഗമങ്ങൾ, മഹാസംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ
നാളെയുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയാനുള്ള കാരണങ്ങളായി എണ്ണാൻ വേണ്ടി അവർ പണിയെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നത് തന്നെയാണ്. അത് നിർവഹിക്കാതെ നിങ്ങൾ എത്ര തന്നെ പേനയുന്തിയാലും എത്ര തന്നെ ഫോട്ടോകൾ നിങ്ങൾ ഷെയർ ചെയ്താലും ശരി, കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في غزة، اللهم ثبت أقدامهم، اللهم ثبت أقدامهم، اللهم ثبت أقدامهم، اللهم اكشف الضر عن إخواننا في فلسطين، اللهم اشف جرحاهم، اللهم اشف جرحاهم، اللهم تقبل شهداءهم، اللهم إنهم جوعى فاطعمهم، اللهم إنهم مظلومون فانصرهم، اللهم انصرهم على أعدائهم نصرا كاملا، اللهم احل قوة الصهاينة المختلين، اللهم انزل عليهم مذابك، اللهم انزل عليهم مذابك، اللهم لعنهم لعنا كبيرا، اللهم شتت شملهم وفرق جمعهم، اللهم اجعل بيوتهم عليهم ردما، اللهم اجعل قنابلهم عليهم دمدما، اللهم حرر المسجد الأقصى من تنسي يقود الصهاينة، اللهم اخرج منه الصهاينة أذلة الصاغرين، اللهم اعز الإسلام والمسلمين، اللهم اعز الإسلام والمسلمين، اللهم اعز الإسلام والمسلمين، واذل الشرك والمشركين، واذل الشرك والمشركين، واذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم، وصلى الله على محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين.